എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. എല്ലാരും എന്നോട് കുറച്ച് ആളുകളോട് ചോദിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ബ്രോ എന്തായി കാര്യങ്ങള്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പീലിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു. അത്രേ ഉള്ളോ? വക്കീലിനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അത് കിട്ടത്തില്ല, കിട്ടാനൊന്നും പോകണം, അത് നിന്റെ തള്ളു എന്നാണ് പറഞ്ഞിരിക്കണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോടതി പോണം. കോടതി പോയാലും സീൻ ഇതാണ്, എന്റെ ലൈസൻസും കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാൻ. ഞാൻ ശരിക്കും എന്ത് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ആലോചിക്കണം. നോക്കിയിരുന്നോ, അതാണ് തെക്ക്. കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിൽ മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ്. ഓൾറെഡി കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. അതുപോലെ തന്നെ ഗൈസ് കുറെ ആൾക്കാരാണെങ്കിൽ എന്നോട് പറയുന്നത്, ബ്രോ നമ്മുടെ ഈ രാജ്യത്തു നിന്ന് തന്നെ ബ്രോ മാറ്, വേറെ വല്ല ദുബായിലാ വേറെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാൻ. ഗൈസ് നിങ്ങൾ ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. പിന്നെ ഇപ്പൊ ഡ്രൈവറിനെ വെക്കാൻ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതും ഭയങ്കര ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇത്രയും വില കൂടി വണ്ടിയൊക്കെ വാങ്ങിയെടുത്ത് വെച്ച് എനിക്കൊരു ഡ്രൈവറിനെ വെച്ച് എനിക്ക് അങ്ങനെ ഓടിക്കാൻ തോന്നണമില്ല. ഒരു ഡ്രൈവറെ വെച്ച് ഓടിപ്പിച്ചാ പോരെ? ഞാൻ ഓടിക്കേണ്ട വണ്ടി മറ്റൊരാൾ ഓടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയത്തില്ല ഗൈസ് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. പിന്നെ ഗൈസ് ലൈസൻസ് ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല ഗൈസ്, നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. എനിക്ക് എടുക്കാൻ പറ്റാത്തപ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വൻ സീനായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യമായിട്ട് ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.